മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്. ആ ആശയം ഏകദേശം ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ചിന്താഗതികളുമുള്ള ഒരു 12ഓളം ആളുകൾ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഒരു സംഘം രൂപീകരിക്കുകയും ആ സംഘം നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിലൂടെ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ നാട്ടിനെ കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സംഘം രൂപീകരിക്കും. അതിൽ നിന്ന് ഒരു കൃഷി ചെയ്യാം, എങ്ങനെ കൂട്ടമായി നമ്മൾ ഒരു കൃഷി ചെയ്യാം, അതിലെങ്ങനെ വിജയിക്കാം എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം, ഒരു ചർച്ചയും വന്നപ്പോഴാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷി എന്ന നിലക്ക് കപ്പ കൃഷി ചെയ്യാം എന്നും അതിലേക്ക് എല്ലാവരും കൂടെ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ പല തിരക്കുകളും പല ജോലികളും പല ടെൻഷനുകളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ചില സമയങ്ങൾ, അതായത് നമ്മൾ ആദ്യം ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്നുകൊണ്ട് ഓരോ വീടുകളിൽ ഇരുന്ന് ഓരോരോ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഓരോരോ ആശയങ്ങളൊക്കെ വരുമ്പോൾ അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കിയതും ഒരു കൃഷിക്ക് വേണ്ടി ഇറങ്ങി. അപ്പൊ നമ്മുടെ ഈ ഒരു സംഘത്തിന് ഞങ്ങളുടെ പേര് സ്മൈൽ എന്നാണ്, അതായത് ചിരി. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ കൂടിയിരുന്ന് കുറച്ചു നേരം ഒന്ന് ചിരിക്കാം. നമ്മളുടെ അങ്ങനെ നവാസിന്റെയും ബ്രായ്കുട്ടിന്റെയും കാസിന്റെ അതുപോലെ മോയൻകുട്ടി, അങ്ങനെ ഇവിടെ നമ്മൾ കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. പക്ഷെ അത് കൂടിയിരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും വരികയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയും ഒരു വർഷത്തോളം, ഏകദേശം അടുത്ത മാസത്തോടു കൂടി ഒരു വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ പ്രസിഡന്റായിക്കൊണ്ട് പിന്നെ കാസിയെ, സെക്രട്ടറി ഇബ്രാഹിം, അതുപോലെ ട്രഷറായിട്ട് മോയൻകുട്ടി, ഇങ്ങനെയാണ് നമ്മുടെ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് ഒരു പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കപ്പ നടുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ഈ കപ്പ പറിക്കുമ്പോൾ നമുക്കൊരു കപ്പ ബൈക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഒരു സന്തോഷം പങ്കുവെക്കണുണ്ട്. അതിന്റെ ഇതുമായിട്ടാണ് ഇന്ന് നമ്മളൊരു കപ്പ ബിരിയാണി, ഇന്ന് ലീവായതുകൊണ്ട് ഒരു കപ്പ ബിരിയാണി ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ കുറച്ച് വൈകിയായിപ്പോയി ഈ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് നമുക്കൊരു ബീഫ് കിട്ടിയില്ല, ചിക്കൻ ആക്കിയത്. പക്ഷെ എന്നാലും എല്ലാവരും വന്നു, സഹകരിച്ചു, എല്ലാവരും കഴിച്ചു. നല്ല ഒരു സ്മൈലിന്റെ പേരിൽ എല്ലാവർക്കും നന്ദിയും അതിന്റെ കടപ്പാടും അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടമായി പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എന്ത് കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്താൽ അത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തെളിവ് കൂടിയാണ്. കാരണം നമ്മളിവിടെ ഇരുന്നപ്പോൾ തന്നെ പല ആളുകളും പല അഭിപ്രായങ്ങളും പല നിർദ്ദേശങ്ങളും പല കമന്റുകളും, പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. കപ്പ വായിക്കുന്നത് വരെ ഭയങ്കര രസം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്നും ഒരിക്കലും കൃഷിയിലേക്ക് ഇറങ്ങാത്ത ആളുകളാണ്. ഇറങ്ങാത്ത ആളുകൾ പോലും ഷാഫിക തലത്തില്ല, ഷാഫിഖാന്റെ ഒക്കെ നല്ല നല്ല തമാശകളും കോമഡികളും